എന്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഞാൻ മിനിമം 2-3 ഓൺലൈൻ സൈറ്റിൽ സെർച്ച് ചെയ്ത ശേഷം മാത്രമേ വാങ്ങാറുള്ളൂ. ബാഗ് ആണെങ്കിലും വാലറ്റ് ആണെങ്കിലും സൂക്കിൻ്റെ സൈറ്റിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിൻട്രയിലും റേറ്റ് കമ്പയർ ചെയ്ത് നോക്കും. ഒരേ ഐറ്റം ആണെങ്കിലും ചില സൈറ്റിൽ റേറ്റ് കുറവുണ്ടാകും. അപ്പോൾ ചാടിക്കയറി അങ്ങ് വാങ്ങും. ഇപ്പോൾ ഞാൻ വാങ്ങിയ 2 വാലറ്റും തമ്മിൽ ഒരു സൈഡ് പോക്കറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ രണ്ടും ഒരേപോലെയാണ്. This is really nice. I love this. I love this color. Wow. cm ഹൈറ്റും 20.5 cm വിഡ്ത്തും 4 cm ഡെപ്തുമാണ് ഈ ഒരു വാലറ്റിനുള്ളത്. I think this is very good, very spacious. 100% വീഗൻ ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം പാറ്റേൺ തന്നെയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ബാഗിന്റെ അതേ കളറിലുള്ള അതേ ഡിസൈനിലുള്ള വാലറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇതാ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് സൂക്ക് ബാഗിനോട് ഭയങ്കര അട്രാക്ഷനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇന്നർ മെയിൻ സെക്ഷനിൽ 4 കാർഡ് സ്ലോട്ട്സ് ആണുള്ളത്. ഒരു സ്ലിപ്പ് പോക്കറ്റും ഒരു സിപ്പർ പോക്കറ്റും ഉണ്ട്. കോയിൻസും മറ്റും വെക്കാനായി ഒരു ബട്ടൺ പോക്കറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു സിപ്പർ പൗച്ച് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പർച്ചേസിങ്ങിൽ. ആക്ച്വലി ഇതിലൊരു വാലറ്റ് എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. എനിക്കിത് രണ്ടും ഇഷ്ടമായി. ഏത് അമ്മയ്ക്ക് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. അമ്മയ്ക്ക് ഏതാ ഇഷ്ടമായിച്ചാൽ അമ്മ അത് എടുത്തോട്ടെ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി? ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂക്കിന്റെ തന്നെ മറ്റൊരു ബാഗാണ്. ഈ ഒരു ബാഗാണ് ഞാനിപ്പോൾ ഒരു ടോട്ട് ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ 4-5 വർഷത്തോളമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാലറ്റ്. ഇതിപ്പം ഏതാണ്ട് കേടായി തുടങ്ങി എന്നല്ല, മാറ്റേണ്ട ഒരു അവസ്ഥയായി. ഇത് അതിന്റെ കളർ, ഇത് ഭയങ്കര ഗോൾഡൻ കളർ ആയിരുന്നു. ആ കളറൊക്കെ പോയി തുടങ്ങി, നാശമായി തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു വാലറ്റ് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് സൂക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് തൽക്കാലം ഇതിനകത്തുള്ള സംഭവങ്ങളെ മുഴുവൻ നമുക്ക് ഇതിനകത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കനറ ബാങ്കിൻ്റെ വാലറ്റാണ്. ഹസ്ബൻഡ് കനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ തന്നതായിരുന്നു ഇത്. ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് ഫോട്ടോസാണ്. കുറേ ഫോട്ടോസ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫോട്ടോ, അമ്മ, അച്ഛനും അമ്മയും, അനിത്യ. ഇത് വേറൊരു ഹസ്ബൻഡിൻ്റെ തന്നെ 1-2 ഫോട്ടോസ് ഉണ്ട്. അതിൽ എൻ്റെ ഫോട്ടോ മാത്രമേ ഇല്ല. കാണാനുണ്ടോ? അച്ഛനമ്മയാ. ആക്ച്വലി ഈ ഒരു വാലറ്റും ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിനകത്ത് 2-3 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കണ്ടോ, 2-3 ലേയേഴ്സ് ആയിട്ട് കാണുന്നില്ലേ? അതിനകത്ത് നമുക്ക് ആധാർ കാർഡും ലൈസൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സൂക്ക് വാലറ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം. ആധാർ കാർഡ്, ലൈസൻസ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, രജിസ്ട്രേഷൻ, വണ്ടിയുടെ, കാറിന്റെ പഴയ ആധാർ കാർഡ്, ലൈസൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വാലറ്റ് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലൊരെണ്ണം നിങ്ങളുടെ അമ്മയ്ക്കും വാങ്ങിക്കൊടുത്തോളൂ കേട്ടോ.